നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി സീറ്റ് ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോങ്ങാടിനേക്കാൾ അനുകൂല സാഹചര്യം ലീഗിന് പട്ടാമ്പി. താൻ സ്ഥാനാർത്ഥിയാകുമോ എന്നത് പാർട്ടി പ്രഖ്യാപിക്കും. സൗദി അറേബ്യയിൽ മദീനയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ പെരിന്തൽമണ്ണ തിരൂർക്കാട് സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. കുടുംബം സഞ്ചരിച്ച വാഹനം തീറ്റപ്പുല്ല് കയറ്റി വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം. പരിക്കേറ്റ 3 പേർ മദീനയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ. മണ്ണാർക്കാട് കൈതക്കുളം നവീകരണത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് മുൻ CPM കൗൺസിലർ കെ മൻസൂർ. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കുളം തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് വൃത്തിയാക്കിയിരുന്നു. എല്ലാ കാലത്തും നായാടിക്കുന്നിലെ വികസനം മുടക്കുക എന്നത് UDF അജണ്ടയെന്നും മൻസൂർ. ഒറ്റപ്പാലം അഴീക്കലപ്പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ നിന്ന് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിട്ട സംഭവത്തിൽ നഗരസഭയുടെ ഇടപെടൽ. സ്ഥലം പാട്ടത്തിനെടുത്ത മത്സ്യകൃഷി നടത്തുന്ന വരോട് സ്വദേശി മുഹമ്മദ് ഷെരീഫിനെതിരെയാണ് ആരോഗ്യ വിഭാഗം നടപടിക്ക് ശുപാർശ ചെയ്തത്. ഇരുവൃക്കകളും തകരാറിലായ 21-കാരി ചികിത്സാ സഹായം തേടുന്നു. വെട്ടത്തൂർ സ്വദേശി അനഘയ്ക്ക് വൃക്ക മാറ്റിവെക്കാൻ വേണ്ടത് 35 ലക്ഷം രൂപ. സഹായ സമിതി രൂപീകരിച്ച നാട്ടുകാർ. വിശദമായ വാർത്തകൾ. പട്ടാമ്പി സീറ്റ് ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോങ്ങാടിനേക്കാൾ അനുകൂല സാഹചര്യം ലീഗിന് പട്ടാമ്പിയാണ്. കോങ്ങാട് കോൺഗ്രസ് മത്സരിക്കുന്നതാകും നല്ലതെന്നും മരക്കാർ മാരായമംഗലം മലബാർ ന്യൂസിനോട് പറഞ്ഞു. താൻ സ്ഥാനാർത്ഥിയാകുമോ എന്നത് പാർട്ടി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് പട്ടാമ്പിയിൽ നമ്മൾ സീറ്റ് മുസ്ലിം ലീഗിന് മത്സരിക്കാൻ കിട്ടണമെന്ന് നമ്മൾ ജില്ലാ കമ്മിറ്റി മണ്ഡലം കമ്മിറ്റിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആര് മത്സരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റും നേതാക്കളാണ്. കോങ്ങാടിനേക്കാൾ മുസ്ലിം ലീഗിന് മത്സരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം പട്ടാമ്പിയാണ്. കാരണം കോങ്ങാട് കഴിഞ്ഞ തവണ ഞങ്ങൾ പരാജയപ്പെട്ടപ്പോൾ 27,000-ഓളം വോട്ടിന് അവിടെ പരാജയപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നടത്തിയ പഠനത്തിൽ ആ മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കോൺഗ്രസ് മത്സരിക്കുക എന്നുള്ളതാണ്. പിന്നെ UD തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കെന്ത് കോൺഗ്രസിനെന്ത് എന്നതിനേക്കാൾ ഉപരി ഒരു ഭരണവിരുദ്ധ തരംഗം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും സീറ്റുകൾ ജനാധിപത്യ മുന്നണിക്ക് ലഭ്യമാകുന്നതിന് കോൺഗ്രസ് ഞങ്ങൾ മത്സരിക്കുന്നതിനേക്കാൾ കോങ്ങാട് മത്സരിക്കാൻ നല്ലത് കോൺഗ്രസ് ആണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു വിജയസാധ്യതയുള്ള ഒരു സീറ്റ് അതിന് ബദലായി ലഭിക്കണമെന്ന് ഞങ്ങളുടെ നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് വാങ്ങേണ്ടതും അതിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ടതുമൊക്കെ സംസ്ഥാന നേതൃത്വമാണ്. അങ്ങനെ അത് നമുക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ പ്രഖ്യാപിക്കേണ്ടത് പാർട്ടിയാണ്. പട്ടാമ്പി UDFന് മുസ്ലിം ലീഗിന് UDFന് ഇപ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. സൗദി അറേബ്യയിൽ മദീനയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ പെരിന്തൽമണ്ണ തിരൂർക്കാട് സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. നടുവത്തക്കളത്തിൽ ജലീൽ, മാതാവ് മൈമൂനത്ത്, ജലീലിന്റെ ഭാര്യ തസ്നി, ഇവരുടെ മകൻ ആദിൽ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റ് 3 മക്കൾ മദീനയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ജലീലിന്റെ കുടുംബം സഞ്ചരിച്ച വാഹനം തീറ്റപ്പുല്ല് കയറ്റി വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ മദീനയിൽ കബറടക്കും. അബ്ദുൽ ജലീലും കുടുംബവും മദീന സന്ദർശിക്കാൻ പുറപ്പെട്ടതായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ തീറ്റപ്പുല്ലു കയറ്റി വരികയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. ജിദ്ദ മദീന റോഡിൽ വാദി ഷാഫ എന്ന സ്ഥലത്ത് വച്ചാണ് അപകടം ഉണ്ടായത്. പതിറ്റാണ്ടുകളായി സൗദിയിൽ ജോലി ചെയ്യുന്ന ജലീലിന്റെ കുടുംബം സന്ദർശന വിസയിൽ ജിദ്ദയിൽ എത്തിയതായിരുന്നു. മക്കയിൽ ഉംറ നിർവഹിച്ച ശേഷം മദീനയിലേക്ക് പോകുമ്പോഴാണ് അപകടം ഉണ്ടായത്. ജലീലിന്റെ 7 മക്കളിൽ 4 പേർ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. അപകടത്തിൽ അബ്ദുൽ ജലീൽ, മാതാവ് മൈമൂനത്ത്, ജലീലിന്റെ ഭാര്യ തസ്നി, ഇവരുടെ മകൻ ആദിൽ എന്നിവർ മരണപ്പെട്ടു. പരിക്കേറ്റ ഇവരുടെ മക്കളായ നൂറ, ആയിഷ, ഫാത്തിമ എന്നിവർ മദീനയിലെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മഞ്ചേരി വെള്ളില UK പടി സ്വദേശിയായ ജലീലും കുടുംബവും 6 വർഷം മുമ്പ് അങ്ങാടിപ്പുറം തിരൂർക്കാട് പാറക്കാട് വീട് വെച്ച് താമസമാക്കിയതാണ്. ശനിയാഴ്ച വൈകിട്ടാണ് അപകടം സംഭവിച്ചത്. നാട്ടിലുള്ള ഇവരുടെ 3 മക്കൾ മദീനയിലേക്ക് തിരിച്ചു.
മൃതദേഹം മദീനയിൽ കബറടക്കാനാണ് തീരുമാനം. മദീന KMCCയുടെ നേതൃത്വത്തിൽ ഇതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാട് കൈതക്കുളം നവീകരണത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന ആരോപണവുമായി മുൻ CPM കൗൺസിലർ K. മൻസൂർ. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കുളം തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് വൃത്തിയാക്കിയിരുന്നതായും മൻസൂർ പറഞ്ഞു. എല്ലാ കാലത്തും നായാടിക്കുന്നിലെ വികസനം മുടക്കുക എന്നത് UDFന്റെ പ്രധാന അജണ്ടയെന്നും മൻസൂർ. നഗരസഭയുടെ ആസ്തി രജിസ്റ്ററുകൾ ഉൾപ്പെട്ടിട്ടില്ലെന്ന കാരണം പറഞ്ഞാണ് നവീകരണം നിർത്തിവയ്പ്പിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടാത്തത് പ്രശ്നമാക്കാത്തവർ ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വരുന്നതിന് പിന്നിലെ ഉദ്ദേശമെന്താണെന്ന് എല്ലാവർക്കും അറിയാം. കുളം നിൽക്കുന്ന വാർഡിലും സമീപ വാർഡുകളിലും UDFന് വിജയിക്കാൻ കഴിയാത്തതിലെ വിരോധമാണ് ഇപ്പോഴത്തെ എതിർപ്പിന് കാരണം. കുളം പുതുതായി നിർമ്മിച്ചതല്ല, പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കുളത്തിന്. അന്നൊന്നും ഇല്ലാത്ത പൊതു താൽപര്യമാണ് ഇപ്പോൾ ഉയർന്നത്. കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് പ്രദേശത്തെ റോഡ് നവീകരിച്ചപ്പോഴും ഇതുപോലുള്ള എതിർപ്പ് ഉയർന്നിരുന്നുവെന്നും മൻസൂർ പറഞ്ഞു. അതേസമയം കുളം നവീകരണത്തിന് ആരും എതിരില്ലെന്നാണ് പരാതി നൽകിയവർ പറയുന്നത്. 19 സെന്റ് ഉണ്ടായിരുന്ന കുളം നിലവിൽ 9 സെന്റായി ചുരുങ്ങി. കയ്യേറിയ സ്ഥലം തിരിച്ചുപിടിച്ച് അതുകൂടി ഉൾപ്പെടുത്തി നവീകരിക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യം. 20 ലക്ഷം രൂപ ചെലവിലാണ് കുളം നവീകരണം ആരംഭിച്ചത്. എന്നാൽ വിവാദമായതോടെ നവീകരണം താൽക്കാലികമായി നിർത്തിവെച്ചു. ഒറ്റപ്പാലം അഴീക്കലപ്പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ നിന്ന് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിട്ട സംഭവത്തിൽ നഗരസഭയുടെ ഇടപെടൽ. സ്ഥലം പാട്ടത്തിനെടുത്ത മത്സ്യകൃഷി നടത്തുന്ന വരോട് സ്വദേശി മുഹമ്മദ് ഷരീഫിനെതിരെയാണ് നഗരസഭ ആരോഗ്യ വിഭാഗം നടപടി ശുപാർശ ചെയ്തത്. അഴീക്കലപ്പറമ്പ് മണ്ണാത്തിപ്പാറ ഭാഗത്താണ് മുളഞ്ഞൂർ തോട്ടിലേക്ക് പൈപ്പ് സ്ഥാപിച്ച് മലിനജലം ഒഴുക്കിവിട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രദേശവാസികൾ നൽകിയ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും തോടിന് സമീപത്തെ കുളത്തിൽ നിന്നാണ് മലിനജലം തോട്ടിലേക്ക് ഒഴുകുന്നതെന്നും കണ്ടെത്തി. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കുളങ്ങൾ പാട്ടത്തിനെടുത്ത് വരോട് സ്വദേശി മത്സ്യകൃഷി നടത്തുന്നുണ്ട്. മത്സ്യങ്ങൾക്ക് തീറ്റയായി കോഴി മാലിന്യമാണ് ഇട്ടു നൽകിയിരുന്നത്. ഇത് അഴുകുന്നതോടെ കുളത്തിൽ നിന്ന് തോട്ടിലേക്ക് മണ്ണിനടിയിലൂടെ സ്ഥാപിച്ച പൈപ്പിലൂടെ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുകയായിരുന്നുവെന്നും ആരോഗ്യ വിഭാഗം പറഞ്ഞു. പൊതുജലാശയത്തിലേക്ക് മലിനജലം ഒഴുക്കിയതിനെതിരെ 10,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കാവുന്ന 340A വകുപ്പാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇത് കോടതിക്ക് കൈമാറും. പൈപ്പ് നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി. വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി നാട്ടുകാർ ചേർന്ന് ഈ ഭാഗത്ത് നിന്ന് കുറച്ചു മാറി തോട്ടിൽ കുഴിയെടുത്തിരിക്കുകയാണ്. പരിശോധനയ്ക്ക് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിനി, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ R. രജിപ്രിയ, റിന്നി എന്നിവർ നേതൃത്വം നൽകി. ഇരുവൃക്കകളും തകരാറിലായ 21-കാരിയുടെ ചികിത്സയ്ക്കായി ഒരു നാട് മുഴുവൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. വെട്ടത്തൂർ ഏഴുതലയ്ക്ക് സമീപം താമസിക്കുന്ന മാങ്ങാട്ടുപറമ്പിൽ കുമാരൻ എന്ന സുന്ദരന്റെ മകൾ അനഘയ്ക്ക് മുന്നോട്ടുള്ള ജീവിതത്തിനായാണ് വെട്ടത്തൂരുകാർ ജനങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്നത്. ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ടു കഴിഞ്ഞ അനഘയുടെ ജീവിതത്തിലേക്ക് വിധിയുടെ രൂപത്തിലെത്തിയത് വൃക്കരോഗം. 1 വർഷം മുന്നേ കാലിൽ നീര് കണ്ടതിനെ തുടർന്ന് നടത്തിയ ചികിത്സയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് ചികിത്സ നടത്തിയെങ്കിലും വൃക്ക മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. 35 ലക്ഷം രൂപയാണ് വൃക്ക മാറ്റിവെക്കലിനും തുടർ ചികിത്സയ്ക്കുമായി കണക്കാക്കുന്നത്. ഡ്രൈവർ ജോലിയെടുത്ത് കുടുംബം പുലർത്തുന്ന സുന്ദരന് ഈ തുക കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. ഭാര്യയും വിദ്യാർത്ഥിയായ മകനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. കുടുംബത്തിന്റെ പ്രതിസന്ധിക്ക് തണലായാണ് വെട്ടത്തൂരിലെ ഒരു കൂട്ടം മനുഷ്യസ്നേഹികളുടെ നേതൃത്വത്തിൽ അനഘ ചികിത്സ സഹായ സമിതിക്ക് രൂപം നൽകിയത്. കേരള ഗ്രാമീണ ബാങ്ക്, അർബൻ ബാങ്ക് എന്നിവയുടെ വെട്ടത്തൂർ ശാഖയിൽ സഹായ സമിതി അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ പിതാവ് കുമാരൻ എന്ന സുന്ദരൻ ഓട്ടോ ഡ്രൈവറാണ്. ആ ഒരു വ്യക്തിയുടെ വരുമാനം കൊണ്ട് മാത്രമാണ് അവർ ജീവിക്കുന്നത്. മറ്റൊന്നുമില്ല. വിൽക്കാനോ പണയം കെട്ടാനോ ഒന്നും സാമ്പത്തിക സൗകര്യം ഇല്ലാത്ത ഒരാളാണ്. അയാൾ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചു കാലമായി അവർ സ്വന്തം ചെലവിലാണ് ചികിത്സിച്ചത്. അതിൻ്റെ കാരണത്താൽ തന്നെ സാമ്പത്തികമായി നല്ലൊരു ബാധ്യത വന്നിട്ടുണ്ട്. അതറിഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു സംഘം രൂപീകരിക്കുകയും പൊതുസമൂഹത്തിനോട് ഒരു സഹായാഭ്യർത്ഥന നടത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. എല്ലാവരും സഹജീവി സ്നേഹം വിചാരിച്ച് കുട്ടിയുടെ പ്രത്യേക ചികിത്സക്ക് ആവശ്യമായ തങ്ങളാലാവുന്ന എല്ലാം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
അതോടൊപ്പം സഹായം ചെയ്യിച്ചും സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ചെറിയൊരു പ്രദേശമായ വെട്ടത്തൂരിൽ മാത്രം ഒതുങ്ങി നിന്ന് സമാഹരിക്കാൻ കഴിയാത്ത തുകയാണ് മുന്നിലുള്ളത്. വാർത്ത കാണുന്ന ആളുകൾ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് സഹായ സമിതി അംഗങ്ങൾ അഭ്യർത്ഥിച്ചു. പെരിന്തൽമണ്ണ താലൂക്കിലെ വെട്ടത്തൂർ പഞ്ചായത്ത് ഏഴുതലക്ക് സമീപം താമസിക്കുന്ന മങ്ങാട്ടുപറമ്പിൽ കുമാരൻ എന്ന സുന്ദരൻ്റെ മകൾ അനഘ എന്ന കുട്ടിയുടെ 21 വയസ്സ് പ്രായമുള്ള അനഘ എന്ന കുട്ടിയുടെ 2 വൃക്കകളും തകരാറിലായി ആ വൃക്കകൾ മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിയിലാണ് നിലവിലുള്ളത്. ജന്മന ഒരു വൃക്കയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതും ഇപ്പോൾ അടുത്ത വൃക്കയും തകരാറിലായ സ്ഥിതി ആണ്. ഈ ജനുവരി മാസത്തിൽ ഈ കുട്ടിയുടെ കല്യാണം നടക്കേണ്ടതായിരുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ആ സാഹചര്യം മാറ്റിവെക്കുകയും അതോടൊപ്പം ഈ കുട്ടിയുടെ തുടർ ചികിത്സയ്ക്കും അതുപോലെ ഈ വൃക്ക മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് അടിയന്തരമായി വളരെ വലിയൊരു തുക സമാഹരിക്കേണ്ട ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അത് ഈ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സഹായ സമിതി, ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട അംസഹാജി ചെയർമാനും സൈദലി മാഷ് കൺവീനറും PK ജാഫർ ബാബു ട്രഷറായിട്ടുള്ളൊരു സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ ഒരു 35 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന വലിയൊരു സംഖ്യയാണ് സ്വരൂപിക്കുന്നത്. അപ്പോൾ അത് ഈ നന്മ നിറഞ്ഞ ഒരു കൂട്ടം ആളുകളുടെ എല്ലാവരുടെയും സഹായം ഇതിലേക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ ഒരു തുക എന്നുള്ള നിലക്ക് ഞങ്ങളുടെ വെട്ടത്തൂരിൻ്റെ ചെറിയൊരു പ്രദേശത്തുനിന്ന് സമാഹരിക്കുന്നുള്ള പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ സമീപ പ്രദേശത്തു നിന്നുള്ള എല്ലാ ആളുകളുടെയും സുമനസ്സുകളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടുകളും QR കോഡുകളും ഒക്കെ നമ്മൾ നൽകിയിട്ടുണ്ട്. അതിൽ പരമാവധി എല്ലാ ആളുകളുടെയും സഹായം ഇതിലേക്ക് ഉണ്ടാവണമെന്ന് ഈ സഹായ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുക. EK ഹംസഹാജി ചെയർമാനായും M സൈദലവി മാസ്റ്റർ കൺവീനറായും PK ജാഫർ ബാബു ട്രഷററായും നവംബർ മാസത്തിലാണ് അനഘ സഹായ സമിതിക്ക് രൂപം നൽകിയത്. ജനുവരി മാസത്തിൽ അനഘയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. വിധി അതിനു മുന്നിലും വിലങ്ങ് തടിയായി. സുമനസ്സുകളുടെ സഹായമുണ്ടായാൽ അനഘയുടെ മുഖത്ത് പഴയ പുഞ്ചിരി വിരിയിക്കാൻ നമുക്കാകും. വാർത്ത വീക്ഷിക്കുന്ന നിങ്ങളിലാണ് ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ. സഹായിക്കണം അനഘയെ. ഇടവേള. വാർത്തകൾ തുടരുന്നു. 1.5 കിലോമീറ്ററോളം നടന്നാൽ മാത്രം ബസ് ലഭിച്ചിരുന്ന കിഴക്കേ ത്രങ്ങാലി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് അറുതിയായി. ഒറ്റപ്പാലത്ത് നിന്നും അനുവദിച്ച പുതിയ ബസ് സർവീസിനെ പുഷ്പവൃഷ്ടി നടത്തിയും മധുരം വിതരണം ചെയ്തുമാണ് നാട്ടുകാർ വരവേറ്റത്. 200-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് യാത്രാ സൗകര്യമില്ലാത്തത് വലിയ പ്രതിസന്ധിയായിരുന്നു. സ്കൂൾ കുട്ടികൾക്കും രോഗികൾക്കും ടൗണിലെത്താൻ ഓട്ടോറിക്ഷകളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. മുൻ വാർഡ് മെമ്പർ D ശങ്കരനാരായണൻ ഷൊർണൂർ MLAയുടെ ജനകീയ സദസ്സിൽ ഉന്നയിച്ച പരാതിയെ തുടർന്നാണ് പെർമിറ്റ് നടപടികൾ വേഗത്തിലായത്. പുതുവർഷ സമ്മാനമായി എത്തിയ ബസിനെ പുഷ്പവൃഷ്ടിയോടെ നാട്ടുകാർ സ്വീകരിച്ചു. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീജ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ആദ്യയാത്രയിൽ ഗ്രാമവാസികളും കുട്ടികളും ആഘോഷത്തോടെയാണ് പങ്കെടുത്തത്. തങ്ങളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. നമ്മളെ ഈ തലമുറയ്ക്ക് വളരെയേറെ സൗകര്യപ്രദമായി. ഇതിന് മുന്നേയുള്ള ഒരു തലമുറ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ചോദിച്ചാലാണ് ഈ ഒരു ബസ് റൂട്ട്, ഒരു വാഹനം വരാത്ത ഒരു ഏരിയനെ കുറിച്ച് അവരോടൊക്കെ ചോദിച്ചാൽ ഇപ്പോഴും അവർ ആ സങ്കടം തീർത്താ തീരില്ല. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്കിത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു ബസ് വന്നു. ഇത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. എവിടെയാണോ എത്തുന്നത് അതുവരെ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഒരു കുട്ടി ചിലപ്പോൾ ഒക്കത്തുണ്ടാവും, ഒരു കുട്ടി കയ്യിലും പിടിച്ചിട്ട് കടന്നു പോകേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ അങ്ങനെയാണ് പോയിരുന്നത്. അതിനൊക്കെ വ്യത്യാസമായി കുറച്ചു കാലം മുമ്പ് താങ്ങാലിൻ്റെ ഒരു ബസ് വരാൻ, സെന്ററിൽ കൂടെ ഒരു ബസ് വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി. പക്ഷേ ഈ പ്രദേശത്ത് അപ്പോഴും ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് മാനന്തവാടിക്ക് നടക്കാന്ന് പറഞ്ഞ ഒരുപാട് ദൂരമാണ്.
അതുപോലെ തന്നെ താങ്ങാലി സെന്ററിലേക്ക് പോകാന്ന് പറഞ്ഞാലും ദൂരമാണ്. പിന്നെ പുറത്തേക്ക് പോകണമെങ്കിൽ ഓട്ടോറിക്ഷ 100 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തിട്ടും പോകണം. അങ്ങനെ ഈ പ്രദേശത്തെ നമ്മളാകെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഇതുമായിട്ട് മുന്നേറ്റം വന്നത്. ചാലിശ്ശേരിയിൽ 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേള തുടരുകയാണ്. സരസ് മേളയുടെ സാംസ്കാരിക സദസ്സിൽ നടന വിസ്മയം തീർത്ത് ചലച്ചിത്ര താരം നവ്യ നായർ. ഗണേശ മല്ലാരിയിൽ തുടങ്ങിയ ഭരതനാട്യം സോളോ കച്ചേരി കലാപ്രേമികൾക്ക് വിരുന്നായി. ആദിതാളത്തിലും ഖമാസ് രാഗത്തിലുമായി അവതരിപ്പിച്ച മാതേ മലയധ്വജ എന്ന വർണ്ണവും ആസ്വാദകർ നെഞ്ചിലേറ്റി. തുടർന്ന് നടന്ന ഭരതനാട്യത്തിൻ്റെ ഭാവാഭിനയ അവതരണങ്ങളും അവിസ്മരണീയമായി. പ്രേക്ഷക മനസ്സ് കീഴടക്കിയ നന്ദനം എന്ന ചലച്ചിത്രത്തിലെ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്ന ഗാനത്തിന് നൃത്താവിഷ്കാരം നൽകി ആനന്ദാശ്രുവോടെ നവ്യനടനം പര്യവസാനിച്ചു. മന്ത്രി എം പി രാജേഷ് നവ്യയ്ക്ക് സ്നേഹാദരം നൽകി. പ്രധാന വേദിയിൽ നടന്ന നൃത്തവിസ്മയത്തിന് ആയിരക്കണക്കിന് കലാസ്വാദകരാണ് എത്തിയത്. സരസ് മേളയിലെ കുടുംബശ്രീ മെഗാ ഭക്ഷ്യമേളയിൽ കാടിറങ്ങി വന്ന അട്ടപ്പാടിയിലെ വനസുന്ദരിക്ക് ആവശ്യക്കാർ ഏറെയാണ്. അട്ടപ്പാടി കുക്കംപാളയം ആദിവാസി ഉന്നതിയിലെ രുചിപൂരം കുടുംബശ്രീ അംഗങ്ങളായ അമല അഭയകുമാർ, സരോജിനി, വിജികി എന്നിവരാണ് ഇത് തയ്യാറാക്കുന്നത്. പച്ചക്കുരുമുളകും കാന്താരിയും പാലക്കായിലയും മല്ലിയും പുതിനയും കാട്ടുജീരകവും ചില പച്ചിലകളും ചേർത്തരച്ച കൂട്ടിലേക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കല്ലിൽ വെച്ച് പൊള്ളിച്ച് ചതച്ചെടുത്താൽ വനസുന്ദരി റെഡി. അട്ടപ്പാടി ഊരുകളിൽ കൃഷി ചെയ്യുന്ന കോഴിജീരകമാണ് വനസുന്ദരി ചിക്കൻ്റെ പ്രധാന രുചിക്കൂട്ട്. പച്ചനിറത്തിൽ തീന്മേശയിലേക്ക് എത്തുന്ന വനസുന്ദരി അട്ടപ്പാടി ആദിവാസി ഉന്നതികളിലെ തനത് വിഭവമാണ്. മസാലപ്പൊടികൾ ഒന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന ഈ വിഭവം ആരോഗ്യദായകമാണെന്നതാണ് പ്രത്യേകത. ഒരു പ്ലേറ്റിന് 200 രൂപയാണ് വില. റെസ്റ്റോറൻറ്റുകളിൽ ലഭ്യമല്ലാത്ത വനസുന്ദരി സരസ് മേളയിലും താരമായി മാറിക്കഴിഞ്ഞു. വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ ഇ.കെ. നിരഞ്ജന്റെ 10ാമത് അനുസ്മരണ വാർഷികത്തിൽ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരീക്ഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കേണൽ എം അച്യുതൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ജില്ലാ കൺവീനർ എൻ അജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഭാസ്കരൻ ശങ്കരത്തോടി, ABP-SSP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളീധരൻ ഏർക്കാട്ട്, സൈന്യമാതൃശക്തി ജില്ലാ അധ്യക്ഷ ജയ അച്യുതൻ, VHP സംസ്ഥാന സഹസേവാ പ്രമുഖ് കെ മാധവകുമാർ, BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ്, ജനറൽ സെക്രട്ടറി വിജയൻ മലയിൽ, നിരഞ്ജന്റെ പിതാവ് N ശിവരാജൻ, ദിൽജിത്ത് മുകുന്ദൻ, അപ്പോളോ ബേബി തുടങ്ങിയവർ സംസാരിച്ചു.
ലഫ്റ്റനന്റ് കേണൽ E.K. നിരഞ്ജന്റെ സഹപ്രവർത്തകനായിരുന്ന NSG കമാൻഡോ സുബേദാർ K. ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. നിരഞ്ജന്റെ പത്നി ഡോക്ടർ രാധിക, മകൾ വിസ്മയ, ചെറിയച്ഛനും വിമുക്ത ഭടനുമായ N. സേതുമാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൂർവ്വ സൈനിക സേവാ പരീക്ഷത്ത് വീരസൈനിക ഗ്രാമമായി ഏറ്റെടുത്ത എലുമ്പുളശ്ശേരി ഗ്രാമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനും തീരുമാനിച്ചു. 2025 നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഒറ്റപ്പാലം താലൂക്കിൽ 1ാം സ്ഥാനവും മികച്ച പ്രവർത്തനത്തിന് 2ാം സ്ഥാനവും ലഭിച്ചതിനുള്ള ട്രോഫികൾ വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റുവാങ്ങി. ചെറുപ്പളശ്ശേരിയിൽ നടന്ന 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷ സമാപന സമ്മേളനത്തിൽ ട്രോഫികൾ ബാങ്കിന് സമ്മാനിച്ചു. ചെറുപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഒറ്റപ്പാലം പട്ടാമ്പി തല താലൂക്ക് സമാപന സമ്മേളനം നടന്നത്. 2025 നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഒറ്റപ്പാലം താലൂക്കിൽ 1ാം സ്ഥാനവും മികച്ച പ്രവർത്തനത്തിന് 2ാം സ്ഥാനവും ലഭിച്ചതിനുള്ള ട്രോഫികൾ ചടങ്ങിൽ വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റുവാങ്ങി. പി. മമ്മിക്കുട്ടി MLA ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KT ജംസി അധ്യക്ഷയായി. സർക്കാർ സഹകരണ യൂണിയൻ ഒറ്റപ്പാലം ഡയറക്ടറും ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ P. ഷാജി, വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ബഷീർ, M. മോഹനൻ, T. അനിൽകുമാർ, രവികുമാർ എന്നിവർ സംസാരിച്ചു. സഹകരണ സ്ഥാപനങ്ങളിലൂടെ ഗ്രാമീണ വികസന ശാക്തീകരണം എന്ന വിഷയത്തിൽ VN ബാബു ക്ലാസ് നയിച്ചു. നിക്ഷേപ സമാഹരണത്തിലും പ്രവർത്തന മികവിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച മറ്റ് സംഘങ്ങൾക്കുള്ള സമ്മാനദാനവും നടന്നു. താലൂക്ക് തല പ്രസംഗ പ്രബന്ധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. കുന്നക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ മണ്ഡല ചുറ്റുവിളക്ക് മഹോത്സവവും കളംപാട്ടും താലപ്പൊലിയും ഭക്തി നിർഭരമായ പരിപാടികളോടെ ആഘോഷിച്ചു. സമാപന ദിവസമായ ശനിയാഴ്ച ഗജവീരന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പും ഉണ്ടായി. ക്ഷേത്രത്തിൽ ഡിസംബർ 28 ആരംഭിച്ച പരിപാടികളാണ് ശനിയാഴ്ച എഴുന്നള്ളിപ്പോടെ സമാപിച്ചത്. ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഉത്സവ സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ ഗജവീരന്റെയും പഞ്ചാരിമേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പും കാഴ്ചശീവേലിയും ഉണ്ടായി. ഉച്ചയ്ക്ക് ശേഷം കുന്നക്കാവ് പുതുമന ഭഗവതി സന്നിധിയിൽ നിന്നും ഗജവീരന്റെയും വാദ്യാഘോഷങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടുകൂടി മുതുവാട്ടൂർ കളരി ഭഗവതിയെ വലം വെച്ച് വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ദീപാരാധന, നാദസ്വരം എന്നിവയ്ക്ക് ശേഷം ഭക്തർക്ക് അന്നദാനവും ഉണ്ടായി. തൃത്താല ശ്രീനി പൊതുവാൾ അവതരിപ്പിച്ച തായമ്പകയും അരങ്ങേറി. ഇടവേള. വാർത്തകൾ തുടരുന്നു. വടശ്ശേരി ചെറുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാതിര പാന സമാപിച്ചു. ആചാരാനുഷ്ഠാന നിറവിൽ നടന്ന പാനാ ചടങ്ങുകൾ ഭക്തി നിർഭരമായി. ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനും ദേവിയുടെ അനുഗ്രഹം തേടിയും നിരവധി ഭക്തർ പാന പന്തലിലെത്തി. പകൽ പാനയുടെ പ്രധാന ചടങ്ങായ തിരിയൊഴിച്ചലിനു ശേഷം ധാരികാവധം പ്രതീകാത്മകമായി നടന്ന കുരുതിതർപ്പണം ഭക്തിസാന്ദ്രമായി. പാനാ ചടങ്ങുകൾക്ക് പുറമെ ഓട്ടൻതുള്ളൽ, തായമ്പക, നാദസ്വരം, തിരുവാതിരക്കളി, അന്നദാനം എന്നിവയുണ്ടായി. കടമ്പടിപ്പുറം പുലാപ്പറ്റ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ത്രികാല പൂജ, ചുറ്റുവിളക്ക്, വിശേഷാൽ പൂജകൾ, വിവിധ കലാപരിപാടികൾ, പഞ്ചാരിമേളത്തോടുകൂടി താലപ്പൊലി എഴുന്നള്ളത്ത് എന്നിവ നടന്നു. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളുടെ സപ്തദിന ക്യാമ്പ് സാമൂഹ്യ പ്രവർത്തകനും കലാഭവൻ മണി ദേശീയ പുരസ്കാര ജേതാവുമായ ബിജുമോൻ പന്തിരുകുലം ഉദ്ഘാടനം ചെയ്തു.
ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ഇ പി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ എസ് സുരേഷ് കുമാർ, പ്രോഗ്രാം ഓഫീസർ അസൻ ബാനു, PTA വൈസ് പ്രസിഡന്റ് രാജേഷ് കെ, ഡോക്ടർ ധന്യ ദിനേശ്, സീനത്ത്, പ്രിയ എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിന്റെ സമാപന ചടങ്ങ് മുനിസിപ്പൽ ചെയർപേഴ്സൺ നിർമ്മല ഉദ്ഘാടനം ചെയ്തു. പുതുവത്സരത്തിൽ വഴിവിളക്കുകൾ ഇല്ലാത്ത 2 സ്ഥലങ്ങളിൽ വെളിച്ചമെത്തിച്ച് കുലുക്കല്ലൂർ പ്രതീക്ഷ കൂട്ടായ്മ. വെള്ളാഞ്ചേരി ശിവക്ഷേത്രത്തിന് പരിസരത്തും കുലുക്കല്ലൂർ AUP സ്കൂൾ പരിസരത്തുമാണ് സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചത്. ക്ഷേത്ര പരിസരത്ത് കുലുക്കല്ലൂർ AUP സ്കൂൾ പ്രധാനാധ്യാപകൻ ഭവദാസൻ നമ്പൂതിരിയും കുലുക്കല്ലൂർ AUP സ്കൂളിന്റെ എതിർവശത്തുള്ള തണ്ടേക്കര പ്രദേശത്ത് മുൻ വാർഡ് മെമ്പർ ജയരാജ് കുലുക്കല്ലൂരും ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി സീറ്റ് ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോങ്ങാടിനേക്കാൾ അനുകൂല സാഹചര്യം ലീഗിന് പട്ടാമ്പി. താൻ സ്ഥാനാർത്ഥിയാകുമോ എന്നത് പാർട്ടി പ്രഖ്യാപിക്കും. സൗദി അറേബ്യയിൽ മദീനയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ പെരിന്തൽമണ്ണ തിരൂർക്കാട് സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. കുടുംബം സഞ്ചരിച്ച വാഹനം തീറ്റപ്പുല്ല് കയറ്റി വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം. പരിക്കേറ്റ 3 പേർ മദീനയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ. മണ്ണാർക്കാട് കൈതക്കുളം നവീകരണത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് മുൻ CPM കൗൺസിലർ K മൻസൂർ. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കുളം തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് വൃത്തിയാക്കിയിരുന്നു. എല്ലാ കാലത്തും നായാടിക്കുന്നിലെ വികസനം മുടക്കുക എന്നത് UDF അജണ്ടയെന്നും മൻസൂർ. ഒറ്റപ്പാലം അഴീക്കലപ്പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ നിന്ന് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിട്ട സംഭവത്തിൽ നഗരസഭയുടെ ഇടപെടൽ. സ്ഥലം പാട്ടത്തിനെടുത്ത മത്സ്യകൃഷി നടത്തുന്ന വരോട് സ്വദേശി മുഹമ്മദ് ഷെരീഫിനെതിരെയാണ് ആരോഗ്യ വിഭാഗം നടപടിക്ക് ശുപാർശ ചെയ്തത്. ഇരുവൃക്കകളും തകരാറിലായ 21-കാരി ചികിത്സാ സഹായം തേടുന്നു. വെട്ടത്തൂർ സ്വദേശി അനഘയ്ക്ക് വൃക്ക മാറ്റിവെക്കാൻ വേണ്ടത് 35 ലക്ഷം രൂപ. സഹായ സമിതി രൂപീകരിച്ച നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.